നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് കല്യാണം സുനന്ദയുടെ നടക്കില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ലളിത അതുപോലെ തനേനും ഒക്കെ ആകെപ്പാടെ ടെൻഷനിലായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം മാക്സിമം പറഞ്ഞു നോക്കി സുനന്ദയുടെ വീട്ടിലേക്ക് വരാനായിട്ട്. പക്ഷെ സുനന്ദ പോകാൻ കൂട്ടാക്കില്ല. തല്ലി നോക്കി, നല്ല രീതിയിൽ പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. ഇനിയിപ്പോ അവളെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോണെങ്കിൽ തന്ത്രം പ്രയോഗിച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അതിന് സുഭാഷ് കനിയണം. സുഭാഷ് പറഞ്ഞാൽ മാത്രമേ അവളെ ഈ വീട് വിട്ടു പോരുള്ളൂ മനസ്സിലായി. പിന്നീട് സുഭാഷിനോട് തനയും പറഞ്ഞു, മോനെ ഒരു മിനിറ്റ്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുഭാഷ് ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ആ സമയത്ത് ലളിതയും കൂടെ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും സുധീഷ് ഹരീഷിനോട് ചോദിച്ചു, എന്താടാ? സുഭാഷേട്ടനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സംസാരം. എന്തായതെന്നും അറിയത്തില്ല, എന്തെങ്കിലും തന്ത്രമാണോന്ന് അറിയത്തില്ല. കാരണം സുഭാഷേട്ടൻ്റെ സ്വഭാവം, ആരെങ്കിലും എന്തെങ്കിലും കരഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഭാഷേട്ടൻ അതും കൂടി വിശ്വസിക്കും. അത്രയ്ക്ക് പാവ. പിന്നീട് അവൻ നോക്കി നിൽക്കുന്ന സമയത്ത് ആ മുറിയുടെ കഥ അടച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാവരും പുറത്ത് അക്ഷമരായിട്ട് കാത്തു നിൽക്കുകയാണ്. ഈ സമയം തനെയും പോയി സുഭാഷിന്റെ കാലിലേക്ക് വീണു. മോനെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും സുഭാഷിച്ചു, എന്താ അങ്ങളെ കാണിക്കണമെന്ന് ചോദിച്ചു. മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എനിക്ക് വേറെ നിവൃത്തിയില്ല. ഒരച്ഛൻ്റെ വേദന ഇത് ഹൃദയവേദനയായിട്ട് നീ കണ്ടാൽ മതി. നാളെ എൻ്റെ മോളുടെ കല്യാണമാണ്. ആൾക്കാരെ എല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. നിനക്കറിയാലോ, എൻ്റെ ദുബായിൽ നിന്നുള്ള കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട്. അവരൊക്കെ വന്നിട്ടുണ്ട്. എത്ര നാൾ കാത്തിരുന്നൊരു കല്യാണം വന്നാന്നറിയാലോ എൻ്റെ മോൾക്ക്. 10-15 വർഷക്കാലം ഞാൻ പുറം നാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് 19 പലതൊന്നുമില്ല, ഒരാൾ മാത്രമേ ഉള്ളൂ. അവളുടെ കല്യാണം കാണാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാം കാത്തിരിക്കുന്നത്. ആ ഒരു സന്ദർഭത്തിൽ പാതിരാത്രിയിൽ മറ്റൊരുത്തൻ്റെ കൂടെ പോയി അവളുടെ കല്യാണം നടന്നെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേട് കാണാൻ നാളെ തലയെടുത്ത് നടക്കാൻ പറ്റില്ല. പോരാത്തതിന് ദുബായ്ക്കാരനാണ് ചെക്കന്. ആ കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അവൻ്റെ സൂപ്പർവൈസറുമാണ്. ഒരു പക്ഷേ ഈ കല്യാണം നടക്കാതെ വന്ന് അവന് നാണക്കേടായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലി ഉണ്ടാകത്തില്ല. എനിക്ക് ദുബായിക്ക് പോകാൻ പോലും പറ്റില്ല. മോനെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. നിന്റെ കാലെ വീഴാം. ഇനി എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞാൽ മതി. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അത് കേട്ടപ്പോൾ സുഭാഷിന് എന്തോ മറുപടി പറയാൻ നടത്തില്ല. അപ്പോഴേക്കും ലളിത പറഞ്ഞു, മോനെ നിന്റെ കാല് പിടിച്ച് ഞാനും അപേക്ഷിക്കുവാന്ന് പറഞ്ഞ് ലളിതയും കൂടെ കാലിലേക്ക് വീണു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അമ്മായി എന്താ കാണിക്കണമെന്ന് ചോദിച്ചു. മോനെ സത്യമായിട്ടും എനിക്ക് അറിയണ്ടായിരുന്നില്ല അവൾക്ക് നിന്നെ ഇത്രമാത്രം ഇഷ്ടമായിരുന്നെന്ന്. സുഭാഷിൻ്റെ മനം കവരാനുള്ള പരിപാടികൾ അവർ ചെയ്യുന്നേ. ഇപ്പോഴും ഞാനിതൊക്കെ മനസ്സിലാക്കുന്നേ. ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അറിയുമായിരുന്നെങ്കിൽ അവളുടെ കല്യാണം വേറെ ഉറപ്പിക്കില്ലായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിച്ചു പോയില്ലേ. നാളെ അവളുടെ വിവാഹമാണ്. നാളെ വിവാഹത്തിന് മുമ്പ് പെണ്ണ് ഒളിച്ചോടിപ്പോയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? ഇത്രയും കാലം വളർത്തി വലുതാക്കിയില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പക്ഷേങ്കിൽ ഇവിടെ ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ കല്യാണം കഴിഞ്ഞ് നിനക്കൊരു മോളുണ്ടായി കുറച്ച് കാലം കഴിയുമ്പോൾ നിനക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. വളർത്തി വലുതാക്കി അച്ഛനും അമ്മയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതിൻ്റെ ആ മോള് പോയി കഴിയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അപ്പം മനസ്സിലാകത്തുള്ളൂ. ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല. പറയുന്ന ഒന്ന് കേൾക്ക്. ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് തിരിച്ചാട്ട്. നീ പറഞ്ഞാൽ അവൾ അനുസരിക്കുള്ളൂ. നീ പറഞ്ഞാൽ മാത്രം അവൾ ഞങ്ങളോടൊപ്പം വരത്തുള്ളൂ. ഈ സമയം സുഭാഷ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം. അവളുടെ കല്യാണം നാളെ നടക്കണം. നല്ലൊരു ബന്ധമല്ലേ അവൾക്ക് വന്നിരിക്കുന്നേ. നിനക്ക് സന്തോഷിക്കാലോ, നീ സ്നേഹിച്ച പെണ്ണവള്. ഒരു പക്ഷേങ്കിൽ നിങ്ങൾ തമ്മിൽ ഞങ്ങളെല്ലാവരും എതിർത്തുകൊണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ശാശ്വതമാവും തോന്നുന്നുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ അവൾക്ക് ഞങ്ങളെ കാണണമെന്ന് സംസാരിക്കണം എന്നൊക്കെ തോന്നും. അത് നിങ്ങളെ കുടുംബത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയണത്, 2 കൂട്ടർക്കും അതാ നല്ലത്. ഞങ്ങൾ ജീവിച്ചിരിക്കണമെങ്കിൽ ഈ വിവാഹം നടക്കരുത്. നീയും അവളും തമ്മിലുള്ള വിവാഹം നടക്കരുത്. അല്ലെങ്കിൽ നാളെ മിക്കവാറും ഇത് കല്യാണപ്പന്തൽ മരണ വീടായിട്ട് മാറും. ഞങ്ങളുടെ 2 പേരുടെ ശവമായിരിക്കും അവിടെ കിടത്താൻ പോണേ. കണ്ടോ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു. സുഭാഷ് ആകെപ്പാടെ പെട്ടുപോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴേക്ക് സുധീഷ് പോയി കഥകയിലടിച്ചിട്ട് ചോദിച്ചു, എന്താ സുഭാഷ് ഏട്ടാ, കുറച്ച് സമയം ആയല്ലോ, വരാറായില്ലേ എന്നൊക്കെ ചോദിച്ചു. പിന്നീട് സുഭാഷ് കഥവ് തുറന്നിറങ്ങി വന്നു. സുഭാഷിൻ്റെ മുഖം ആകെപ്പാടെ മ്ലാനമായിരുന്നു. വല്ലാത്തൊരവസ്ഥയായിരുന്നു സുഭാഷിന്. ശരിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഒരു വശത്ത് സുനന്ദ, ഒരു വശത്ത് സുനന്ദയുടെ വീട്ടുകാർ. ഹരീഷ് ചോദിച്ചു, ഇതെന്താ സുഭാഷ് ഏട്ടാ ഇത്രയും താമസിക്കുന്നത്? ഇതേ താലി കെട്ട സമയം താലി കെട്ടാൻ പറഞ്ഞു. ഒടുവിൽ ആ താലിയായിട്ട് സുനന്ദയുടെ അടുത്തേക്ക് ചെല്ലുവാണ്.
സുഭാഷ് അങ്ങനെ താലി കെട്ടാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേനും ധനയനും ലളിതയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ലളിത ദൈവമേ എല്ലാം നശിച്ചു പോയല്ലോ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ ജീവിതം തീർന്നു, നാളെ ഞങ്ങൾ രണ്ടുപേരും ആത്മഹത്യ ചെയ്യും, ഞങ്ങൾ ജീവിച്ചിരിക്കില്ല. അങ്ങനെയൊക്കെ പൊലിമയ്ക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് സുഭാഷ് കൈ പിൻവലിക്കുകയാണ്. താലി കെട്ടാൻ ഒരുങ്ങിയതാ. അപ്പോഴേക്ക് സുനന്ദ വെച്ചു, സുഭാഷ് ചേട്ടാ ഇതെന്താ? താലി കെട്ടാൻ പറഞ്ഞു. ഏയ് വേണ്ട മോളെ, ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. ഹരീഷും സുധീഷും ഭാസ്കരും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഹരീഷ് വെച്ചു, സുഭാഷേണ് എന്തായി പറയണേ? താലി കെട്ടാൻ പറ്റില്ലെന്നോ? അപ്പൊ ഇത്ര സമയം സുഭാഷേണല്ലേ പറഞ്ഞേ സുനന്ദയുടെ കഴുത്തിൽ താലി ആർത്തുന്ന്? സുനന്ദേ, നമ്മളെല്ലാവരും ധിക്കരിച്ചുകൊണ്ട് താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബന്ധം ശാശ്വതമാവത്തില്ല. നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഇത്രയും നാളും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് നിന്നെ വളർത്തിയതല്ലേ. എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട്, അതുപോലെ തന്നെ നിനക്ക് എന്നോടും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നിന്നോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനൊരു കാര്യം നിന്നോട് ആവശ്യപ്പെടുക, നീ ഇവരുടെ കൂടെ വീട്ടിലേക്ക് തിരികെ പോകണമെന്ന് പറഞ്ഞു. സുനന്ദ വെച്ച്, സുഭാഷേണ് എന്താ പറയണേ? വീട്ടിലേക്ക് തിരിച്ചു പോകാനോ? സുഭാഷേണ് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ പറയാനായിട്ട്? ഞാൻ തിരിച്ചു പോയില്ല എന്ന് പറഞ്ഞു. പോണം, എനിക്ക് നിന്റെ കഴുത്തിൽ താലി ആർത്താൻ പറ്റില്ല. ഒരു പക്ഷെ താലി ആർത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും നാളെ ആത്മഹത്യയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും? സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഒരു നിമിഷമെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയണേ, നീ തിരികെ പോണമെന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, അവരങ്ങനെയൊന്നും ചെയ്യില്ല സുഭാഷ് ഏട്ടാ, വെറുതെ പറയണതാ. സുഭാഷ് ഏട്ടൻ അവർ പറയുന്നൊന്നും മൈൻഡാക്കേണ്ട കാര്യമൊന്നുമില്ല. ഭാസ്കരൻ പറഞ്ഞു, എടാ സുഭാഷേ, നിന്നെ വിശ്വസിച്ചാണ് അവളിവിടെ നിൽക്കുന്നത്, ഈ സമയത്ത് നീ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറഞ്ഞു. അച്ഛാ എനിക്കറിയാം, പക്ഷേങ്കിൽ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ നാളെ അത് വലിയൊരു കണ്ണീരിൽ വഴി മാറും. ഒരുപക്ഷെ ഈ നിൽക്കുന്ന സുനന്ദ പോലും നാളെ ചിലപ്പോൾ എന്നെ തള്ളി പറഞ്ഞെന്ന് വരും. അതുകൊണ്ട് മോളെ ഞാൻ പറയുന്നത് നീ അനുസരിക്കുക. അപ്പോഴേക്കും സുനന്ദ പറഞ്ഞു, സുഭാഷ് ചേട്ടാ എൻ്റെ മനസ്സിലെ സുഭാഷ് ചേട്ടൻ മാത്രമേ ഉള്ളൂ, വേറൊരാളില്ല. സുഭാഷ് ചേട്ടനെ ഞാൻ ഭർത്താവായിട്ട് സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത്. ആ സ്ഥാനത്ത് വേറൊരാൾ വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, പ്ലീസ് നീ ഇപ്പം അച്ഛൻ്റെ അമ്മയോട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ലളിത വന്ന് സുനന്ദയുടെ കയ്യിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ബാമോളെ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. കണ്ടില്ലേ സുഭാഷ് പറഞ്ഞു കേട്ടോ, അവന് നിന്റെ കഴുത്തിൽ താലി ഉയർത്താൻ താല്പര്യമില്ല, അവന് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു. ഒടുവിൽ സുനന്ദയും വിളിച്ചുകൊണ്ട് അവരും കൂടെ പോവാണ്. സുനന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. ഈ സമയത്ത് സുധീഷ് ഓടി വന്നിട്ട്, എന്ത് പരിപാടിയാണ് സുഭാഷ് ഏട്ടാ കാണിച്ചേ? ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയത് അതിനു വേണ്ടിയിട്ടാണോ? നീതി പറഞ്ഞ് വേണ്ടിയിരുന്നില്ല സുഭാഷ് ഏട്ടാ, സുനന്ദയ്ക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു, ഇപ്പൊ കണ്ടില്ലേ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയില്ലെന്ന് ചോദിച്ചു. സാരമില്ല മോളെ, ഒരു പക്ഷേ ഈ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ നാളെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഭാസ്കരൻ പറഞ്ഞു, കുന്തം ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ നീ? നിന്നെ അവർ ഓരോന്ന് പറഞ്ഞ് വലയിലാക്കി, അതാ സംഭവിച്ചേ. എടാ നിനക്ക് ഇത്രയെങ്കിലും നാണം ഉണ്ടായിരുന്നെങ്കിലേ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? അവളുടെ കഴുത്തിൽ ഇപ്പം നീ താലി ആർത്തിയാനും. നിന്നെ വിശ്വസിച്ച് അവളിവിടെ നിന്നത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നീ തന്നെ കൊണ്ട കാലം ഉടച്ചില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, അച്ഛാ എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല, മറ്റുള്ളവരുടെ കണ്ണീര് വീഴ്ത്തിയിട്ട് എനിക്കൊരു വിവാഹ ജീവിതം വേണ്ടെന്ന് പറഞ്ഞു. സ്വന്തം അച്ഛനെ അമ്മയും ധിക്കരിച്ച് അവളിവിടെ ഇറങ്ങി വന്നിരിക്കുന്നേ. അവരുടെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എൻ്റെ വിഷമം അത് ഞാൻ മാത്രം മനസ്സിൽ കണ്ടാൽ പോരെ, മറ്റുള്ളവരെ ഇനിയിപ്പോൾ വേദനിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഒരുപക്ഷെ ഇതായിരിക്കും വിധി, ഞാനും സുനന്ദൻ തമ്മിൽ ഒന്നിക്കാനായിട്ട് ദൈവവിധി ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹരീഷ് പറഞ്ഞു, അതൊക്കെ സുഭാഷേൻ്റെ തോന്നലല്ലേ, നമ്മളായിട്ട് നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത് കണ്ടില്ലേ? ഇപ്പം തന്നെ സുഭാഷേൻ്റെ സ്ട്രോങ് ആയിട്ടൊരു സ്ട്രോങ് ആയിട്ട് ഒരു തീരുമാനം എടുത്തായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ വരുമായിരുന്നോ? ഒരിക്കലും ഇല്ല. എന്നിട്ട് സുഭാഷേൻ്റെ ഇനിയിപ്പം വിധിയെ പഴിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഈ സമയത്ത് സുഭാഷ് പറഞ്ഞു, വേണ്ട ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, എന്താണെങ്കിലും അവളുടെ കല്യാണം അതിഗംഭീരമായിട്ട് നാളെ നടത്തട്ടെ. ദുബായിക്കാരൻ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത്, ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവളെ വിട്ടുകൊടുത്തേ. സ്നേഹിക്കുന്ന പെൺകൊച്ചിന് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ, ഞാൻ അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നത്. എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഈ വീട്ടിൽ കഴിയേണ്ട വരും. ഇതിപ്പോൾ അവൾക്ക് കിട്ടാൻ പോകുന്നത് നല്ലൊരു ബന്ധമല്ലേ, ഇനിയിപ്പം നിങ്ങളായിട്ട് ആരും തടസ്സമൊന്നും പറയാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയം സുനന്ദയും കൂടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് തന്നെ സുനന്ദയുടെ കാലിലേക്ക് വീഴുവാണ്. അപ്പോഴേക്കും ലളിത ചോദിച്ചു, എന്താ തന്നെയായിട്ടാ കാണിക്കണമെന്ന് ചോദിച്ചു. മോളെ ഈ കല്യാണം എങ്ങനെ നടക്കണം, ഞങ്ങൾ നാണം കെടുത്തരുത്. ഇന്നൊരു ദിവസം അവിടെ കഴിഞ്ഞു പോയി, നാളെ കല്യാണമെന്നറിയാലോ. ദൈവത്തെ ഓർത്ത് മോളിത് അംഗീകരിക്കണം. മോളുടെ അച്ഛനാ പറയണേ, അല്ലെങ്കിൽ അച്ഛൻ്റെ ജോലി പോവും, പിന്നെ അച്ഛന് ജീവിതം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് കരയുവേണം. അതൊക്കെ അയാളുടെയൊക്കെ അടവായിരുന്നു. സുനന്ദ സമ്മതിക്കണമല്ലോ വിവാഹത്തിന് വേണ്ടിയിട്ട്. ഒടുവിൽ ലളിതയും പറഞ്ഞു, കേട്ടല്ലോ നിന്റെ അച്ഛൻ പറഞ്ഞ്, ഇത്രയും കാലം നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടാ നിന്റെ അച്ഛൻ, ഒരു നിമിഷം കൊണ്ട് നീ എല്ലാം തച്ചൊടിച്ച് പോകാനായിട്ട് ഒരുങ്ങിയത്, എങ്ങനെ സാധിക്കുന്നു നിനക്കത്?
തനയും പറഞ്ഞ് നീ അവളെ വഴക്കൊന്നും പറയണ്ട, മോള് കിടന്ന് ഉറങ്ങിക്കോളാനൊക്കെ പറഞ്ഞ് മുറിയിൽ നിന്ന് അങ്ങോട്ട് പോയി. സുനന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സുനന്ദ അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. കാരണം താലി കെട്ടേണ്ട ആൾ കൈ ഒഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. താലി കെട്ടുമായിരുന്നെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കായിരുന്നു. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. സുഭാഷ് ഡ്രസ്സൊക്കെ ആണ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഭാസ്കരൻ അങ്ങോട്ട് കയറി വരുന്നേ. എന്ത് ചെയ്യാനാ, ചായക്കട ചെന്ന് കഴിഞ്ഞപ്പോൾ ചായക്കട അടച്ചിട്ടിരിക്കുന്നു. എല്ലാവരും കൂടെ കല്യാണം കൂടാൻ പോയേക്കുമല്ലായിരുന്നോ? അതിഗംഭീരമായ കല്യാണമല്ലേ, ദുബായിക്കാരൻ്റെ മോളുടെ കല്യാണമല്ലേ. 10-23 കൂട്ടം കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ സദ്യ എന്നാ പറയുന്നേട്ടെ. ഈ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്, ഈ വീട് ഒഴിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സുധീഷ് പറഞ്ഞു, ശരിക്കും പറഞ്ഞുണ്ടല്ലോ സുഭാഷാണ് ഈ സുന്ദയുടെ കഴുത്തിൽ താലി അടത്തണമായിരുന്നു, അതായിരുന്നു വേണ്ടിയിരുന്നു പറഞ്ഞു. ഭാസ്കരൻ പറഞ്ഞു, അതെ, അവന്മാരുടെയൊക്കെ അഹങ്കാരം കാണണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നാവ് ചൊറിഞ്ഞു വന്നാ ഇന്നലെ കല്യാണപ്പണി ഞങ്ങളുടെ വീട്ടിലായിരുന്നുള്ള കാര്യം. പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല. സുഭാഷ് പറഞ്ഞു, എന്തിനാ അച്ഛ അങ്ങനെയൊക്കെ പറയണേ, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ആ ബന്ധം നമ്മൾ വേണ്ടാന്ന് വെച്ചല്ലേ. ഹരീഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടാ ഇനിയും സമയമുണ്ട്. 9-നും 10-നും ഇടയ്ക്കാ മുഹൂർത്തം. ആ സമയത്ത് പോയി അവളെ വിളിച്ചിറക്കി കൊണ്ട് വന്നിട്ട് സുഭാഷേനെ വിവാഹം കഴിക്കാലോ. സുധീഷ് പറഞ്ഞു, അത് ശരിയാ, ഞങ്ങൾ വേണേൽ അവളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നികേഷ് പറഞ്ഞു, സുഭാഷേണ് ഒരു വാക്ക് മാത്രം മൂളിയാൽ മതി, വേണമെങ്കിൽ ഈ നിമിഷം ഞങ്ങൾ അവളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, ഏയ് അത് ശരിയാകത്തില്ല. എന്താ സുഭാഷേട്ട ശരിയാവത്തെ? സുഭാഷേണ്ണ അവളെ ഇഷ്ടമല്ലേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളത് ചെയ്യാമെന്ന് പറഞ്ഞു. സുഭാഷിന് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.